ഈ വീഡിയോ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലോകത്തെ ഏറ്റവും കൂടുതൽ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതം ഇസ്ലാമാണ്. ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലിജൻ ഇൻ ദ വേൾഡ്. അതിന്റെ അടുത്തെങ്ങും എത്തുവാൻ മറ്റൊരു മതത്തിനും അടുത്ത കാലത്തെങ്ങും സാധിക്കില്ല. എന്തുകൊണ്ടാണ് ഇസ്ലാമോഫോബിയ, ഇസ്ലാമിനെ ഭയപ്പെടണം, ഇസ്ലാമിനെ വെറുക്കണം എന്നുള്ള അമേരിക്കൻ അജണ്ട നടപ്പിലാകാതെ ഈ പ്രചരണത്തിന്റെ മധ്യത്തിലും ഇസ്ലാം ലോകത്തിലെ ഏറ്റവും വലിയ മതമായിട്ട് ശക്തി പ്രാപിക്കണമെങ്കിൽ അതിന്റെ പിറകിലെ സത്യം, അതിന്റെ പിറകിലെ കരുണയും സമാധാനവുമാണ്, സമത്വമാണ്, സമഭാവനയാണ്. നമ്മുടെ രാജ്യത്ത് ജാതിയുടെ പേരിൽ മനുഷ്യർ തമ്മിൽ അകലം പാലിക്കേണ്ടിയിരുന്ന ഒരു കാലമുണ്ട്. തൊട്ടുകൂടായ്മ, അയിത്തം, അസ്പൃശ്യതയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്തേക്കാണ് ഇസ്ലാം കടന്നു വന്നത്. ആരും തൊടാത്തവരെ ആലിംഗനം ചെയ്ത് കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുന്ന ഒരു പുതിയ സംസ്കാരം ഇസ്ലാം ഇവിടെ ഉണ്ടാക്കിക്കൊടുത്തു. സഹിക്കുമോ ആഗോള ക്യാപിറ്റലിസത്തിന്? സഹിക്കുമോ ജാതീയതയ്ക്ക്? സഹിക്കുമോ സവർണദേശീയതയ്ക്ക്? ഫാഷിസത്തിന്? പിന്നീട് ജർമ്മനിയിലും ഇറ്റലിയിലുമൊക്കെ ആവിർഭവിച്ച ഫാഷിസം, നാസിസം, അതിന്റെയൊക്കെ പ്രചാരകരായിരുന്നു മുമ്പ് ഉദ്ധരിച്ച ഗോൾവാക്കറും സവർക്കറും ഒക്കെ. എഴുതി വച്ചു, നേരിട്ട് പറഞ്ഞു, ഇന്ത്യക്കും ആവശ്യം ഹിറ്റ്ലറെ പോലെയുള്ള ഭരണാധികാരികളെയാണെന്ന്, ഇന്ത്യക്കും ആവശ്യം ജർമ്മനിയിൽ ഹിറ്റ്ലർ നടപ്പിലാക്കിയ നാസിസമാണെന്നും ഫാഷിസമാണെന്നും തുറന്നു പറയാൻ മടിയില്ലാത്ത, അതല്ലേ ഭീകരവാദം? അതല്ലേ ഭീകര സംഘടന? ഈ ചോദ്യങ്ങൾ ഉയർത്തുവാൻ നമ്മൾ നട്ടെല്ല് നിവർത്തിപ്പിടിക്കേണ്ട ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. അമേരിക്കയോട് ചേർന്ന് ഇസ്രായേലും ആ കൂടെ ഇന്ത്യയും ചേർന്നിരിക്കുകയാണ്. അവരുടെ ഒരു പൊതുശത്രുവായിട്ട് ഇസ്ലാമിനെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. ഞാനിന്നിവിടെ നിൽക്കുന്നത് ഒരു ഇന്ത്യക്കാരനായിട്ടാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണെന്ന് ഞാൻ പറഞ്ഞത് എന്റെ വായ് കൊണ്ട് മാത്രമല്ല, സ്കൂളിൽ പഠിക്കുന്ന കാലമല്ലത് എന്റെ ഹൃദയത്തിന്റെ ഭാഷയാണ്. എല്ലാ ഹിന്ദുക്കളും എന്റെ സഹോദരി സഹോദരന്മാരെന്നല്ല ഞാൻ പറഞ്ഞത്, എല്ലാ ക്രിസ്ത്യാനികളും എന്റെ സഹോദരി സഹോദരന്മാരെന്നല്ല ഞാൻ പഠിച്ചത്, എല്ലാ മുസ്ലിങ്ങളും എന്റെ സഹോദരി സഹോദരന്മാരെന്നല്ല, എല്ലാ ഇന്ത്യക്കാരും, അതിലെല്ലാ മതക്കാരും, മതം ഇല്ലാത്തവരുമുണ്ട്. മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ ഇന്ന് മതം, നാളെ ജാതി, നാളെ കഴിഞ്ഞ് ലിംഗം, അത് കഴിഞ്ഞ് ഭാഷ, ഓരോന്നിന്റെ പേരിൽ നമ്മളെ വേർതിരിക്കുന്ന ഒരു സംസ്കാരം, ഫാഷിസം അടിമുടി നമ്മളെ ഗ്രസിച്ചിരിക്കുന്ന ഒരു കാലത്ത് ഇന്ന് നമ്മൾ ശബ്ദിച്ചില്ലെങ്കിൽ, ഇന്ന് ഉറക്കെ നിലവിളിച്ചില്ലെങ്കിൽ വൈകിപ്പോകുമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഇന്ത്യയിലാകമാനം ഇന്ന് വർദ്ധിച്ചു വരുന്ന ഈ പ്രതിഷേധത്തിന്റെ കടൽ. തിരുവല്ലായിലും ഈ പ്രതിഷേധത്തിന്റെ അഗ്നി ജ്വലിച്ചു എന്നുള്ളതിൽ നമുക്ക് സന്തോഷിക്കാം. എനിക്ക് എന്റെ ക്രൈസ്തവ സഹോദരങ്ങളോട് പറയാനുള്ളത്, നിങ്ങളിൽ പലരും ഇപ്പോൾ സൈലന്റായിട്ട് നിശബ്ദരായിട്ടിരിക്കുന്നുണ്ട്. സ്വാഗത പ്രസംഗം ഓർപ്പിച്ചു. ഹിറ്റ്ലറിന്റെ കാലത്ത് യഹൂദന്മാരെയാണല്ലോ എന്ന് വിചാരിച്ച് നിശബ്ദരായിരുന്ന അന്നത്തെ സഭ ക്രിസ്ത്യാനികൾ പിന്നീട് അതിൽ അനുതപിച്ച് പരിതപിച്ച് നീമുള്ളർ എന്ന് പറയുന്ന ഒരു പട്ടക്കാരൻ, ഒരു പുരോഹിതൻ പിന്നെ മാനസാന്തരപ്പെട്ട് പറഞ്ഞ വാചകങ്ങളാണ് അദ്ദേഹം ഇവിടെ ഉദ്ധരിച്ചത്. ആദ്യം അവര് കമ്മ്യൂണിസ്റ്റുകാരെ കൊല്ലാൻ വന്നു. ഞാൻ മിണ്ടിയില്ല, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനല്ലായിരുന്നത് കൊണ്ട്. പിന്നീട് സോഷ്യലിസ്റ്റുകാരെ കൊല്ലാൻ വന്നു. ഐ ഡിഡ് നോട്ട് സ്പീക്ക് അപ്പ് ബിക്കോസ് ഐ വാസ് നോട്ട് എ സോഷ്യലിസ്റ്റ്. അവസാനം അവർ എന്നെ തേടിയെത്തി. എന്നെ കൊല്ലാൻ വന്നപ്പോൾ എനിക്ക് വേണ്ടി ശബ്ദിക്കുവാൻ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്നുള്ള തിരിച്ചറിവ് ഈ കാലത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. ഇന്ന് മുസ്ലിങ്ങളെയാണ് വേട്ടയാടുന്നതെങ്കിൽ നാളെ ക്രിസ്ത്യാനികളെ ആയിരിക്കും, അതുറപ്പാണ്. ഞാൻ അതോടെ പറഞ്ഞതിന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. മത്തായി എന്ന വാക്കിൽ ഒരു എം ഉണ്ട്. ആരംഭിക്കുന്ന 3 കൂട്ടരെ, സവർക്കറും ഗോൾവാക്കറും, അവര് മുന്നോട്ട് വെച്ച ദേശീയത, ഹിന്ദുത്വ എന്ന അജണ്ട, ഒന്ന് മാർക്സിസ്റ്റുകൾ, 2 മുസ്ലിങ്ങൾ, 3 മിഷണറിമാർ, ക്രിസ്ത്യാനികൾ. ഈ നാട്ടിൽ നിന്ന് ഉന്മൂലനം ചെയ്യണമെന്നുള്ളത് അടുത്ത കാലത്ത് കണ്ടുപിടിച്ച ഫാഷിസ്റ്റ് അജണ്ട അല്ല. അത് 1930കളിൽ തന്നെ അവർ പറഞ്ഞു തുടങ്ങിയതാണ്.
ോടുകൂടി കാണുന്നു. അവർ സ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കുന്നു, സാഹോദര്യത്തിൽ വിശ്വസിക്കുന്നു, വിവേചനത്തിൽ വിശ്വസിക്കുന്നില്ല. രാജ്യത്തിന്റെ മതേതരത്വം, രാജ്യത്തിലെ ജനാധിപത്യം സംരക്ഷിക്കുവാനായിട്ട് ജാതി മത വർണ്ണവർഗ വ്യത്യാസങ്ങൾക്ക് അതീതമായി നമുക്ക് ഒരുമിച്ച് നിന്ന് പോരാടുവാൻ കരുത്ത് പകരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ബിഗ് സല്യൂട്ട്. എടാ, ഈ ചാണകത്തിന്റെ പുറകെ നടക്കുന്ന ക്രിസംഗികളും കാസ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഈ പറയുന്ന PC ജോർജും ഈ ഊള അനിൽ ആന്റണിയും ഒക്കെ മനസ്സിലാക്കുക. ഈ അച്ഛന്റെ പ്രസംഗങ്ങൾ വല്ലപ്പോഴൊക്കെ ഒന്ന് എടുത്തിട്ടൊന്ന് കേട്ടു നോക്കുക. എടാ, നീയൊക്കെ ഇപ്പൊ കിട്ടുന്ന ഈ സുഖം ഉണ്ടല്ലോ, അതൊക്കെ കുറച്ച് 2024 തെരഞ്ഞെടുപ്പ് ദൈവം കാക്കട്ടെ നമ്മളെയൊക്കെ. കാരണം അധികാരം ഈ പറയുന്ന അസുരന്മാരുടെയിലേക്ക് കിട്ടാതിരിക്കട്ടെ. ഈ അസുരന്മാരുടെ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ മുസ്ലിങ്ങളും അതിനുശേഷം ഈ അച്ഛൻ പറഞ്ഞതുപോലെ നീയൊക്കെ പെടാപ്പാട് പെടും, അല്ലെങ്കിൽ ഇവനൊക്കെ നിന്നെയൊക്കെ ഇവിടെ ഇട്ട് പെടാപ്പാട് പെടുത്തും. ഇപ്പൊ കമ്മ്യൂണിസം തകരരുത്, ഇവിടുത്തെ കോൺഗ്രസും തകരരുതെന്ന് ആഗ്രഹിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഞാനൊക്കെ. കാരണം ഈ രണ്ട് വിഭാഗവും നമ്മുടെ രാജ്യത്തിന് ഇപ്പൊ അനിവാര്യമാണ്. കോൺഗ്രസ് മസ്റ്റായിട്ടും തകരാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം കോൺഗ്രസ് വന്നെങ്കിൽ മാത്രമേ ഈ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങളെ അല്ലെങ്കിൽ പിന്നെ ജാതി മത ഭേദമില്ലാതെ ഈ ആൾക്കാരെയൊക്കെ ഒരേപോലെ കൊണ്ട് നടക്കാൻ സാധിക്കൂ. അപ്പൊ നമുക്ക് ചോദിക്കുമ്പോൾ പറയാം, നമ്മൾ ഇവരൊക്കെ തന്നെയാണ് ഇതൊക്കെ നശിപ്പിച്ചത്. ശരിയാ, ഒരിക്കൽ അവർക്കൊരു തെറ്റ് പറ്റി. ഇനി ആ ഒരു തെറ്റ് പറ്റാതിരിക്കാൻ വേണ്ടിയെങ്കിലും ഇനി ഈ മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കുന്ന ഓരോരുത്തരും അത് മനസ്സിലാക്കണം. ഇതുപോലുള്ള ബുദ്ധിയും വിവരവുമുള്ള ആൾക്കാർ പറഞ്ഞു തരുമ്പോഴാണ് ചാണകത്തിന്റെ പുറകെ നടക്കുന്ന വെറും പരട്ടകളെ, നാറികളെ നീയൊക്കെ മനസ്സിലാക്കുക. ഇത് നീയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് വീണ്ടും വീണ്ടും ഈ വീഡിയോ ഒക്കെ നമ്മൾ റിയാക്ഷൻ ആയിട്ട് വരുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിൽ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയർ ചെയ്ത് കൊടുക്കുക മാത്രമല്ല, നമ്മുടെ ഇതിന്റെ കമന്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോ വിശേഷമായിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ആഗ്രഹത്തോടുകൂടി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ